കണ്ണൂരിലെ മലയോര ഗ്രാമമായ കോളിത്തട്ടിൽ 80കളുടെ അവസാനത്തിലാണ് നാട്ടുകാർക്കായി ഒരു സഹകരണ ബാങ്ക് തുടങ്ങിയത്. കുടിയേറ്റ തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്തിന് സാമ്പത്തിക ഭദ്രത നൽകാൻ ആദ്യഘട്ടത്തിലൊക്കെ ഈ ബാങ്കിന് സാധിച്ചു. പിന്നീട് പതിയെ കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിഞ്ഞു. അവർ കപ്പ വിറ്റിട്ടും മറ്റ് കൃഷികൾ ചെയ്തിട്ടൊക്കെ ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ ചെയ്തിട്ട് കൊടുത്തിട്ടാണ് ഈ ബാങ്ക് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇത് ഒരു സുപ്രഭാതത്തിൽ ഇതേപോലെ അക്രമികൾ കയറി വന്നിട്ട് ഇത് പിടിച്ചെടുക്കുക. എന്നാൽ പിന്നെ ഇവർക്ക് ഇത് കൊണ്ടു നടക്കാനുള്ള കഴിവുണ്ടേ? ഇവർ കൊണ്ടു നടക്കാണ്ട് ഇവർ കുറേ ആൾക്കാർ ഇവരെ അടിച്ചു മാറ്റിയിട്ട് ഇവരുടെ ജീവിതം സുഭിക്ഷമാക്കുക, ഇവർ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുക, മറ്റു രീതിയിൽ സ്ഥലങ്ങൾ മേടിക്കുക, മറ്റു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടത്തുക. ഇതൊക്കെയാണ് ഇവിടുത്തെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിശ്രമ ജീവിതത്തിലേക്കായി കൂട്ടിവെച്ച തുകയും പെൺമക്കളുടെ വിവാഹത്തിനായി സ്വരൂപിച്ച പണവുമെല്ലാം ഈ നാട്ടിലെ സാധാരണക്കാർ ബാങ്കിൽ നിക്ഷേപിച്ചു. നിക്ഷേപം കുറയുമ്പോഴെല്ലാം ബാങ്ക് അധികൃതർ വ്യാപകമായി നിക്ഷേപ സമാഹരണ യജ്ഞം നടത്തി. ഒടുവിൽ മുതലും പലിശയും കിട്ടാതെ വന്നതോടെ ജനം അങ്കലാപ്പിലായി. 2 ലക്ഷം രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്ത് 2024 ഫെബ്രുവരി 22-ാം തീയതി എന്ന് ചോദിച്ചപ്പം പൈസ ഇല്ല. അന്നേരം എപ്പോൾ തരുമെന്ന് ചോദിച്ചിട്ട് മറുപടിയില്ല. ഇത് എങ്ങനെ കിട്ടുമെന്നോ ആര് തരുമെന്നോ യാതൊരു ഉത്തരവാദിത്വം കാണിക്കുന്നില്ല. രോഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രോഗത്തിന് ചികിത്സിക്കുന്ന അറ്റാക്കുണ്ട്, പ്രഷറുണ്ട്, ഷുഗറുണ്ട്, എല്ലാം ഉണ്ട്. ഇതിനെല്ലാം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. 2 ലക്ഷം രൂപ അങ്ങനെ ഒരു പറ്റി. പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയ നാട്ടുകാരിൽ പലർക്കും ഭരണസമിതിയിൽ നിന്നും ഭീഷണി പോലും ഉണ്ടായി. പോലീസ് കേസുകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നതോടെ CPM നേതൃത്വത്തിന് വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു. CPM ഇരിട്ടി ഏരിയ കമ്മിറ്റി അംഗമടക്കമുള്ള നേതാക്കൾക്ക് നേരെ പാർട്ടി നടപടി വന്നു. തൊട്ടു പിന്നാലെ നടന്ന വകുപ്പുതല അന്വേഷണത്തിനൊടുവിൽ ഭരണസമിതിയും സർക്കാർ പിരിച്ചുവിട്ടു. എന്നിട്ടും നാട്ടുകാരുടെ പണം എന്ന് തിരിച്ചു കിട്ടുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പമാണ്. സാധാരണ കൃഷിക്കാരും ഇങ്ങനെയൊക്കെ ആൾക്കാരാണ് പൈസ ഉണ്ടാക്കി കഷ്ടപ്പെട്ടിട്ട് പൈസ ഉണ്ടാക്കുന്നത്. അതൊക്കെ കട്ടുകൊണ്ട് പോകാന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മോശമായ ലാഭനും കള്ളൻ ഇതൊരു വെള്ള വസ്ത്രം ധരിച്ച് ഒരു മാന്യമായിട്ട് ഒരു കള്ളത്തരം കാണിച്ചിരിക്കുന്നത്. അവനും കള്ളൻ. ഒരു ത്രാസിൽ നമ്മൾ അതിന് വിലയിരുത്തണം. നിലവിലെ ബാങ്കിന്റെ ഭരണം അഡ്മിനിസ്ട്രേറ്ററുടെ നേതൃത്വത്തിലാണ്. 6 മാസങ്ങൾക്ക് ശേഷം പുതിയ ഭരണസമിതിക്കായുള്ള തെരഞ്ഞെടുപ്പും നടക്കും. മലയോര കർഷകരുടെ വിയർപ്പിന്റെ മണമുള്ള ഈ നിക്ഷേപങ്ങൾക്ക് ഇനിയെങ്കിലും നീതി കിട്ടണം. ഈ പാവങ്ങളുടെ സങ്കടവും പരിദേവനവും അധികൃതർ കൺതുറന്നു തന്നെ കാണണം. കോടിത്തട്ടിൽ നിന്നും റിനിൽ കാപ്പുമലിനൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.